പല രീതിയിൽ നമുക്ക് സമൂഹത്തെ സേവിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, മരുന്ന് കൊടുക്കാം, കുറച്ച് പണം കൊടുക്കാം. ഇതെല്ലാം താൽക്കാലികമാണ്. അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. പക്ഷേ ഒരു തൊഴില് ഒരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ ഒരു കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫന്റെ ഒരു ആശയം തന്നെയാണ്. ഒരുപക്ഷെ 50 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപ ആർക്കെങ്കിലും ഒക്കെ വീതം വെച്ച് കൊടുക്കാം എന്ന് പറയുന്നതിന് പകരം 100 നേഴ്സിംഗ് സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ സഹായം നൽകിയാൽ 100 നേഴ്സിംഗ് സ്റ്റുഡൻസിന് 1 ലക്ഷം രൂപ വീതം 1 കോടി രൂപ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും ഏത് ലക്ഷ്യം എന്നാലും ജയിക്കും. അതിന്റെ കാരണം മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് ആണ്. കേരളത്തിലൊരു മന്ത്രി എവിടെങ്കിലും ചെന്ന് നിന്നാൽ 4 ചുറ്റും പോലീസ് കാണും, പ്രൊട്ടക്ഷൻ കാണും. എന്നാൽ എനിക്ക് മലേഷ്യയിൽ ചെന്നപ്പോൾ ഒരു സാധാ ഒരു സ്ത്രീയെ പോലെ ഇവരോടൊപ്പം എല്ലായിടവും സഞ്ചരിക്കുവാൻ ആരും തിരിച്ചറിയാതെ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് സ്വതന്ത്രമായി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് അവിടെ വന്നപ്പോൾ മാത്രമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാൻ ഈ തരത്തിലുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ, അതിൽ നമ്പർ 1 ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് വേൾഡ് മലയാളി കൗൺസിൽ അവർ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഈ ഘട്ടത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 100 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഓരോ ലക്ഷം രൂപ വെച്ച് 1 കോടി രൂപ. എൻ്റെ ചെവിയിൽ ബാബുകാശാൻ പറഞ്ഞു, എന്നെപ്പോലെ തന്നെ പൈസയുള്ള പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ബഹുമാനീയായ മന്ത്രി എൻ്റെ സഹോദരി ശ്രീമതി ചിഞ്ചുറാണിയെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി നടത്തിച്ചു എന്ന് പറഞ്ഞു. ഇവിടുത്തെ വലിയ ഓട്ടക്കാരിയാണ് നമ്മുടെ മന്ത്രി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡ് മെഡൽ മേടിച്ച കായിക താരമാണ്. നിങ്ങൾ ഓടിക്കണമായിരുന്നു ഇതിനപ്പം നടത്തിച്ചത്. അടുത്ത പരിപാടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഓട്ട മത്സരം ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഓടാനും കഴിവുള്ളവരൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നല്ലൊരു അത്ലറ്റിന് എല്ലാ മേഖലയിലും തിളങ്ങാൻ പറ്റും. നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്ന ആരോഗ്യമുള്ള മനസ്സും കൂടിയാണ്.